السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على خاتم الأنبياء ونبينا الحبيب المحمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യവാനായ കർത്താവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അനുധാവനം ചെയ്യണമേ എന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. കന്നഡ ഇസ്ലാമിക് ദഅവ സെന്ററിന്റെ മിനൽ ദുലുമാതി ഇലൻ നൂർ എന്ന ക്യാമ്പയിന്റെ സമാപന സമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും മാസങ്ങളോളമായി ആരംഭിച്ച ഈ പരിപാടി ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തമായ പരിപാടികളിലൂടെ വളരെ പ്രയോജനപ്രദമായ രീതിയിൽ തന്നെ നടത്തുവാനും ഈ ആദർശം ജനങ്ങളിലേക്ക് എത്തിക്കുവാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ എനിക്ക് സംസാരിക്കേണ്ട വിഷയം മുസ്ലിം ലോകം പ്രതിസന്ധിയും പരിഹാരങ്ങളും എന്ന വിഷയത്തെ കുറിച്ചാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലോകത്ത് ഒട്ടേറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ലോകത്തിന്റെ ഏത് രാജ്യത്താണെങ്കിലും സ്ത്രീകളുടെ അസ്തിത്വത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാനും ആദർശപരമായിട്ട് മുസ്ലിങ്ങളെ നശിപ്പിക്കുവാനുമുള്ള ശ്രമങ്ങൾ ആസൂത്രിതമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടക്കം നമ്മൾ ചരിത്രത്തിലൂടെ പുറകോട്ട് പോകുമ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. കുരിശുദ്ധാനന്തര കാലഘട്ടം മുതൽക്ക് തന്നെ പാശ്ചാത്യരായ ആളുകളും പൗരസ്ത്യരായ ആളുകളും ഒരുപോലെ മുസ്ലിങ്ങളുടെ അസ്തിത്വത്തെ തകർക്കാൻ ശ്രമിച്ചതുപോലെ തന്നെ ആദർശപരമായി മുസ്ലിങ്ങളെ തകർക്കുവാനും നശിപ്പിക്കുവാനുമുള്ള ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. പലരും പറയാറുള്ളത് പോലെ ആയുധം കൊണ്ട് യുദ്ധം ചെയ്യുന്നതിന് പകരം സാംസ്കാരികമായിട്ട് ആദർശപരമായിട്ട് മുസ്ലിങ്ങളെ തകർക്കുക, അതിലാണ് വിജയം എന്നവരെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിലുള്ള ശ്രമങ്ങളും പ്രവർത്തനങ്ങളും ലോകത്ത് നടക്കുന്നത് പോലെ ഇന്ത്യ രാജ്യത്ത് നടക്കുന്നുണ്ട്. അത് ഇറാഖിലാകട്ടെ, അതേപോലെ തന്നെ ബാക്കിയുള്ള ഏത് നാടുകളിലാകട്ടെ, രാജ്യങ്ങളിലാകട്ടെ, അവിടെ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതിന് പലപ്പോഴും മീഡിയ ഉയർത്തിപ്പിടിക്കുന്നത് രാഷ്ട്രീയമായ മാനങ്ങളാണ്. അതിന്റെ ഒരു വശം മാത്രമേ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ പലപ്പോഴും മീഡിയ. അതിന്റെ ആദർശപരമായ കാര്യങ്ങളിലേക്കോ നയപരമായ വിഷയങ്ങളിലേക്കോ ഒരിക്കലും മീഡിയ കടന്നു ചെല്ലാതെ ആ ഭാഗം മനഃപൂർവ്വം തമസ്കരിക്കുകയാണ് പല മീഡിയയും ചെയ്തു വരുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. മീഡിയയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യക്തമായ ഒരു അജണ്ട ഇതിന്റെ പിന്നിലുണ്ട്. മുസ്ലിങ്ങളെ എങ്ങനെ ഭീകരവാദികളാക്കാൻ പറ്റും, എങ്ങനെ തീവ്രവാദികളാക്കാൻ പറ്റും, മുസ്ലിങ്ങളെ എങ്ങനെ ആദർശപരമായിട്ട് ഇല്ലായ്മ ചെയ്യാൻ പറ്റും എന്നതിനെ സംബന്ധിച്ചൊക്കെ ഒരു കൃത്യമായ അജണ്ടയും ഒരു പരിപാടിയും ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് മീഡിയക്ക് ഇതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ മീഡിയയിലൂടെ പലപ്പോഴും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത് അസത്യങ്ങളാണ്. കാരണം ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തീവ്രവാദികളാക്കിക്കൊണ്ടും ഭീകരവാദികളാക്കിക്കൊണ്ടുമാണ് പലപ്പോഴും മീഡിയ പുറത്തിറങ്ങുന്നത്. അത് ലോകത്ത് മാത്രമല്ല, ഇന്ത്യയിലെ കേരളത്തിൽ അങ്ങനെ തന്നെ. നമ്മളെ പ്രാദേശികമായിട്ട് നമ്മുടെ കേരളത്തിൽ അങ്ങനെയാണല്ലോ.
പ്രാദേശികമായിട്ട് എഡിഷനുകളുണ്ട്. ആ എഡിഷനുകളിൽ പോലും പ്രത്യേകിച്ചും മലപ്പുറം ജില്ല അതൊരു പാകിസ്ഥാനാണ്, കുട്ടി പാകിസ്ഥാനാണ് എന്നുള്ള രൂപത്തിൽ ആ രൂപത്തിലുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങൾ പോലും ഇന്ന് കേരളത്തിലെ ചില ജില്ലകളിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയും മുസ്ലിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനും ചില കാരണങ്ങളുണ്ട്. അതിന് ഗവൺമെന്റിന് ചില ന്യായങ്ങൾ നിരത്താനുണ്ട്. അതേപോലെ തന്നെ മീഡിയക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിനും ഒരുപാട് ന്യായങ്ങൾ. അതേപോലെ തന്നെ ഗവൺമെന്റ് മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഗവൺമെന്റ് മിഷനറി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, അതിന്റെ ഏറ്റവും ഒടുവിലുള്ള ഉദാഹരണമാണ് ഗുജറാത്ത്. ഗുജറാത്തിൽ അങ്ങനെ തന്നെ സംഭവിച്ചു. ഗുജറാത്തിൽ നടന്നത് ഒരിക്കലും ഒരു വർഗീയ കലാപമോ സംഘടനമോ അല്ല ഗുജറാത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഗുജറാത്തിൽ ഉണ്ടായിട്ടുള്ളത് മുസ്ലിങ്ങളെ കൂട്ടത്തോടെ കൊന്നൊടുക്കി. പക്ഷെ അതിന് വർഗീയമായ ചില മാനങ്ങൾ നൽകാൻ ചില ആളുകൾ, ചില മീഡിയകൾ ശ്രമിച്ചു എന്നുള്ളത് അത് മറ്റൊരു വിഷയമാണ്. ഗുജറാത്തിൽ നടന്നത് ഗവൺമെന്റ് മിഷനറി ഉപയോഗിച്ചുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ കൂട്ടമായിട്ട് കൊന്നൊടുക്കുക ചെയ്തത്. ഞാനതിന്റെ വിശദമായ രൂപങ്ങളിലേക്ക് പോകുന്നില്ല. അതിന്റെ തൊട്ട് മുമ്പ് അഹമ്മദാബാദിലും മുറാദാബാദിലും അതേപോലെ തന്നെ ബോംബെയിൽ ഉണ്ടായ കലാപങ്ങളും ബഗൽപൂരിലുണ്ടായ കലാപങ്ങളും ഇങ്ങനെയുള്ള ഒരുപാട് കലാപങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വ്യത്യസ്തമായ തലസ്ഥാനങ്ങളിലും പട്ടണങ്ങളിലും സിറ്റികളിലും സംസ്ഥാനങ്ങളിലും നടന്നിട്ടുള്ള കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ പിന്നിൽ മുസ്ലിങ്ങളെ തകർക്കുക, നശിപ്പിക്കുക അങ്ങനെയുള്ള അജണ്ടയാണ് ഇത്തരത്തിലുള്ള കലാപങ്ങൾക്ക് പിന്നിൽ. ഇതിലിപ്പോഴും കോടതികളില് ബഗൽപൂര് കലാപം, അതേപോലെ തന്നെ ബോംബെയുടെ ഒന്നാം കലാപം, അതിന്റെ ഒന്നും ഇപ്പോഴും കോടതിക്ക് അതിന് വ്യക്തമായ വിധി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനൊരുപാട് കമ്മീഷനുകൾ അവർ വെച്ചിട്ടുണ്ട്, അതിന് ചില ജസ്റ്റിസുമാരെ നിയോഗിച്ചിട്ടുണ്ട്, ചില വിധികളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇന്നും പലതിനും ഇപ്പോ ഏറ്റവും ഒടുവിൽ ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം ആശാവഹമായ ചില പ്രവർത്തനങ്ങൾ നടന്നു എന്നുള്ളതല്ലാതെ അതിന് ചുക്കാൻ പിടിച്ച ആളുകളെ ഇന്നും പ്രതിക്കൂട്ടിൽ കയറ്റാനോ ജയിലിൽക്കുള്ളിൽ തളച്ചിടുവാനോ ഇന്നും ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. അതിന് വേറെ ചില കാരണങ്ങളുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു പോകുന്നില്ല. ചുരുക്കത്തിൽ ഇങ്ങനെ മുസ്ലിങ്ങൾ ഒട്ടേറെ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിയമപരമായിട്ട് മുസ്ലിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, അസ്തിത്വപരമായിട്ട് മുസ്ലിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, വെല്ലുവിളികളുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തും കേരളത്തിലും ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും മുസ്ലിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നുണ്ട്. ഈ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ ആരും വിസ്മരിച്ചിട്ടില്ലല്ലോ. നമ്മൾ ആരും ഇതിനെ കണ്ണടച്ചിരിട്ടാക്കിയിട്ടില്ല. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്, പച്ചയായ സത്യമാണ് എന്നുള്ളത് നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു. മുസ്ലിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട് ഇന്ത്യ രാജ്യത്ത്, മുസ്ലിങ്ങൾക്ക് പ്രശ്നങ്ങളില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. പണ്ട് നമ്മുടെ ഒരു സമ്മേളനം നടക്കുമ്പോ ബഹുമാനായ ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മൗലവി ഒരു കാര്യം പറഞ്ഞു. മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് മുസ്ലിങ്ങളുടെ സ്ഥിതി ഇന്ത്യ മഹാരാജ്യത്ത് വളരെ നല്ലൊരു സ്ഥിതിയാണുള്ളത്. അതിനെ ചില മാധ്യമങ്ങൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളില്ല എന്നുള്ള രൂപത്തിൽ വരുത്തി തീർക്കാനും ആ രൂപത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തെ അപമതിപ്പിക്കാനും തേജോവധം ചെയ്യാനുള്ള ശ്രമങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുണ്ട്. നിങ്ങൾ അത് പത്രങ്ങളിലൂടെ നിങ്ങൾ വായിച്ച ആളുകളാണ്, നിങ്ങളത് മനസ്സിലാക്കിയ ആളുകളാണ്. ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾക്ക് പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട് എന്ന കാര്യത്തെ ഒരു മുസ്ലിം സംഘടനയും എതിർത്തിട്ടില്ല. ഒരു മുസ്ലിം സംഘടനകളും ഇസ്ലാമിക പ്രസ്ഥാനവും അതിനെ എതിർത്തിട്ടില്ല. എല്ലാവരും പറയുന്നു മുസ്ലിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, അവർക്ക് പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്.